പ്രിയ സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ പോകുന്നത് കോർഫക്കാനിലെ തന്നെ അൽ സുഹൂഖ് റെസ്റ്റ് ഏരിയ എന്ന് പറയുന്ന ഒരു മലമുകളിലുള്ള ഒരു ഹോട്ടലും അതിൻ്റെ ചുറ്റുവട്ടമൊക്കെ കാണാനാണ്. അവിടെ നിന്നാൽ ആ റെസ്റ്റ് ഏരിയ തന്നെയാണ്. റെസ്റ്റ് ഏരിയയിൽ നിന്നാൽ കോർഫക്കാൻ പോർട്ടും അതിൻ്റെ ചുറ്റുമുള്ള സ്ഥലങ്ങളെല്ലാം നമുക്ക് കാണാം. അപ്പോൾ വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ്. അവിടെ ആ കുന്നുംപുറത്ത് നിന്ന് നമുക്ക് ദൂരേക്ക് നോക്കിയാൽ ഒരു വശം കടലും ഒരു വശം മലകളും ഒക്കെ ആയിട്ട് വളരെ മനോഹരമായ ഒരു കാഴ്ച. ഈ കാണുന്നത് കടൽ തീരമാണ്. ഈ റെസ്റ്റ് ഏരിയയിൽ നിന്ന് നോക്കുമ്പോഴാണ് നമുക്ക് അങ്ങോട്ട് നടപ്പാതയുണ്ട്. വളരെ ഭംഗിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പ്രദേശം. അവിടെ നിന്ന് നോക്കുന്നുണ്ടെങ്കിൽ ദൂരെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഈ കാഴ്ചകളൊക്കെ വളരെ ഭംഗിയായിട്ട് തോന്നും. തന്നെയല്ല, നമുക്ക് ഏതെങ്കിലും ഉയർന്ന പ്രദേശത്ത് നിന്ന് നോക്കുമ്പോഴേ ദൂരെയുള്ള സ്ഥലങ്ങളുടെ ഭംഗി മനസ്സിലാവുകയുള്ളൂ. താഴെ നിന്ന് എത്ര നോക്കിയാലും അത്ര മനോഹരമായിട്ട് നമുക്ക് തോന്നത്തില്ല. പിന്നെ UAE എവിടെ നോക്കിയാലും ഇതുപോലെ എവിടെ ഒരു ഏരിയയിലും നമ്മൾ നിന്നാലും പൂക്കൾ നിറച്ച് പൂവായിട്ട് നിൽക്കുന്ന ചെടികളെയാണ് കാണുന്നത്. ചെടിയുടെ ഇലയൊന്നും കാണാനില്ല, പൂക്കളാണ് കാണുന്നത്. എങ്ങോട്ട് നോക്കിയാലും നമ്മുടെ കണ്ണിന് ആനന്ദകരമായ കാഴ്ചയാണ്. പല നിറത്തിലുള്ള പൂച്ചെടികൾ അതെവിടെ ചെന്നാലും ഉണ്ട്, വഴിയിലും ഉണ്ട്. ഇതൊരു ഹോട്ടലാണ്. ഇതിൻ്റെ ഷേപ്പ് തന്നെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. പിന്നെ സന്ധ്യാസമയത്ത് ലൈറ്റ്നിങ്ങോടെ ഒക്കെ ആകുമ്പോൾ നല്ല രസമാണ്. പിന്നെ നല്ല കാലാവസ്ഥയായിരുന്നു. ഈ നടപ്പാതയിലൂടെയാണ് നമ്മൾ നടന്ന് അങ്ങ് അറ്റത്തിൽ പോയി നിന്ന് കടലും കരയും ഒക്കെ കാണാൻ പറ്റുന്നത്. നൊയമ്പ് തുടങ്ങിയതുകൊണ്ട് വലിയ ആൾത്തിരക്കൊന്നുമില്ലായിരുന്നു ഇവിടെ. അതുകൊണ്ട് നന്നായിട്ട് നമുക്കവിടെ എൻജോയ് ചെയ്യാൻ പറ്റി. ഒട്ടും ഈ തിരക്കില്ലായിരുന്നതുകൊണ്ട്. ചില സ്ഥലങ്ങളിൽ പോയാൽ നമുക്ക് ഒട്ടും സ്പേസ് കിട്ടത്തില്ല നിൽക്കാൻ പോലും. അതുപോലെയാണ്. അപ്പോൾ ഈ കാണുന്നത് മുഴുവൻ മലകൾക്കിടയിലുള്ള നിരപ്പായ പ്രദേശവും അവിടെയുള്ള ഫ്ലാറ്റുകളും ഒക്കെയാണ്. ഉയരത്തിൽ നോക്കുമ്പോൾ ഇതൊക്കെ നമുക്കൊരു കാഴ്ചയായിട്ട് തോന്നി അനുഭവപ്പെടുന്ന. അന്ന് ഈ പറഞ്ഞതുപോലെ നോയമ്പായതുകൊണ്ടായിരിക്കും ഒരുപാട് ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അത്രയേ ഉള്ളായിരുന്നു. എനിക്ക് ഈ പ്രദേശത്ത് വന്ന് നിന്നപ്പോൾ വളരെ ഇഷ്ടം തോന്നി. കാരണം വളരെ ശാന്തമായിരുന്നു, ആൾത്തിരക്കൊന്നും ഇല്ലായിരുന്നു, കാലാവസ്ഥയും നല്ലതായിരുന്നു. നിരകൾക്കപ്പുറം കടൽ, ലാൻഡ് ഏരിയ കഴിഞ്ഞാൽ കടലാണ്. ഇതാ കാണുന്നത് കോർഫക്കാൻ ഫോർട്ടാണ്. ഒരുപാട് കപ്പലുകൾ ഇവിടെ വന്ന് എടുക്കുന്നുണ്ട്. സാധനങ്ങളും ഒക്കെ ആയിട്ട് വരുന്ന ഒരുപാട് കപ്പലുകൾ. കൊച്ചുമോൻ ആദിക്കുട്ടൻ്റെ കൂടെ കളിക്കാനും കിട്ടിയ അവസരം. നമ്മൾ പ്രായമാകുമ്പോഴും നമുക്ക് ചെറുപ്പമാകുന്ന ഒരു പ്രതീതിയാണല്ലോ. അപ്പോൾ അതും എൻജോയ് ചെയ്തു. ഇവിടുത്തെ ഏറ്റവും ഒരു പ്രത്യേകത അല്ലെങ്കിൽ ആകർഷണീയമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഈ ഹോട്ടൽ. ഇതിൻ്റെ ഷേപ്പ് കണ്ടില്ലേ, നല്ല ഭംഗിയാണ്. സന്ധ്യയ്ക്ക് ലൈറ്റൊക്കെ ഇട്ടുമ്പോൾ വിവിധ തരം ലൈറ്റുകൾ, കളറുകൾ അങ്ങനെ തിളങ്ങി നല്ല ഭംഗിയായിട്ട് തോന്നും. ഹോട്ടലാണെന്നേ തോന്നത്തില്ല.
ഇപ്പോൾ റെസ്റ്റ് ഏരിയയിലെ ഒരു കാഴ്ചയാണ് ഈ ഹോട്ടലും അതുപോലെ ഈ ആകാശ കാഴ്ചകളും. വളരെ വലിയ മലകൾ തുരന്നാണ് റോഡുണ്ടാക്കി ഇതുപോലെയുള്ള ഒരു കാഴ്ചയ്ക്കായിട്ടുള്ള റെസ്റ്റ് ഏരിയ ആയിട്ട് ഇവിടെ നിർമ്മിച്ചെടുത്തിരിക്കുന്നത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. മറ്റ് പല സ്ഥലങ്ങളിൽ പോയതിനേക്കാളും ഇവിടെ വന്നപ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലാണ് തോന്നിയത്. ഈ മലമുകളിൽ നിന്ന് ഈ കടലും ആകാശവും താഴ്വാരവും ഒക്കെ കാണാൻ വളരെ മനോഹരമായിരുന്നു. ദൂരെ കടലിൽ കാണുന്നതാണ് കോർഫക്കാൻ ഫോർട്ട്. ഈ കാണുന്നത് ഷിപ്പുകളാണ്. അനേക ഷിപ്പുകൾ വന്ന് അടുത്തിട്ടുണ്ട്. ഇവിടെ പറഞ്ഞു കപ്പലുകൾ കിടക്കുന്നുണ്ടോ, കുഞ്ഞായിട്ട് വളരെ ദൂരത്തിലായതുകൊണ്ട് നമുക്ക് അങ്ങനെ കാണാൻ പറ്റൂ. ഇവിടേക്കുള്ള ഗൾഫിലേക്കുള്ള സാധനങ്ങളുമായിട്ട് വരുന്ന പോർട്ടിലേക്ക് വരുന്ന കോർഫക്കാൻ ഫോർട്ടിലേക്ക് വരുന്ന ഷിപ്പുകളാണ്. എല്ലാം അവിടെ നങ്കൂരം ഇട്ട് കിടക്കുകയാണ്. ഒരുപാട് എണ്ണി തീർക്കാൻ പറ്റാത്ത പോലെ കപ്പലുകൾ എന്ന് വേണം പറയാൻ. പക്ഷെ അടുത്ത് കാണാൻ പറ്റില്ല. അങ്ങനെ ആദിക്കുട്ടൻ്റെ കൂടെ സന്ധ്യാസമയത്ത് കളികളിലൊക്കെ ഏർപ്പെട്ട് ഏറ്റവും സന്തോഷകരമായ സമയമാണ് ചിലവഴിക്കുന്നത്. ഏറ്റവും സന്തോഷകരമായ ഓർമ്മകൾ മനസ്സിൽ സൂക്ഷിക്കാൻ തക്കവണ്ണമുള്ള ഓർമ്മകളുമായിട്ട് ആ സന്ധ്യാസമയവും കഴിഞ്ഞു. കോർഫക്കാനിലെ വളരെ മനോഹരമായിട്ടുള്ള ഈ കുന്നിൻ പ്രദേശത്ത് വന്നിട്ട് ഞങ്ങൾ തിരികെ സന്തോഷത്തോടെ മടങ്ങുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ കാഴ്ചകളും എൻ്റെ വീഡിയോയും ഇഷ്ടപ്പെട്ടെന്ന് കരുതട്ടെ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണും വരേക്കും എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുക. നമസ്കാരം. വീണ്ടും കാണാം.